നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ട് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ എവിടെയാണ്, എത്ര നേരം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള അനലൈസിംഗ് ആണ്. ഒരേ സ്ട്രാറ്റജി, ഒരേ ചാർട്ട്, ഒരേ കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് എൻട്രി എക്സിറ്റ് നിഫ്റ്റിയിൽ മാത്രമല്ല F&O സെഗ്മെൻറ്റ്, അതേപോലെ കൊമോഡിറ്റി സെഗ്മെൻറ്റ്, ക്രിപ്റ്റോ, ഫോറക്സ് ഏതിലും നമുക്ക് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാർട്ടാണ്. വാല്യൂസൊക്കെ കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്, എൻ്റേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ പലർക്കും താല്പര്യം കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് അതൊന്ന് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്തിട്ട് അതേപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു വീഡിയോ പെട്ടെന്നൊന്ന് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു തീരുമാനമൊന്നും എടുക്കണ്ട. പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനകത്ത് 1 ഇയർ ആയിട്ടുള്ള 1 ഇയർ മേലെ 1.5 വർഷമായിട്ടുള്ള എൻ്റെ വ്യൂസും അതേപോലെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പ്രോഫിറ്റുകളുടെ സ്ക്രീൻഷോട്ടൊക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു ജാതകം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതുകൂടാതെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ലൈവ് മാർക്കറ്റിലെ വ്യൂ ആണ്. അതായത് മാർക്കറ്റ് കഴിഞ്ഞിട്ട് അവിടെ പോകും ഇവിടെ പോകും എന്നുള്ളതല്ല, ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് എൻട്രി എക്സിറ്റൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതെന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോസാണ് പ്ലേലിസ്റ്റിൽ. അത് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മെച്ചമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കുറക്കാനായിട്ട് പറ്റും, നിങ്ങൾക്കൊരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. രാവിലത്തെ ലൈവ് ഒരു 11 മണി വരെ ഉണ്ട്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാവിലെ 9 തൊട്ട് 12 വരെയും വൈകിട്ട് 2:30 2:45 തൊട്ട് 3:30 വരെയും. അപ്പം അതിൽ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. പലരും വിളിച്ചിട്ട് എടുക്കുന്ന സ്ഥലം പറഞ്ഞു തരുമോ, വിൽക്കുന്ന സ്ഥലം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കോളോ ടിപ്പോ കൊടുക്കുന്ന ഒരാളല്ല. അങ്ങനെ കോളും ടിപ്പോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തില്ല. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, ചുമ്മാ ടെൻഷൻ അടിച്ച് വൈകുന്നേരം വരെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നവർ. അപ്പോൾ ഡിസിപ്ലിൻ ട്രേഡിങ് എങ്ങനെയാണ്, ഒരു ഡിസിപ്ലിൻ ട്രേഡർ എങ്ങനെ ആയിരിക്കണം, അതേപോലെ തന്നെ ഒരു ബാക്ക് സപ്പോർട്ട്, നിങ്ങൾ ടെൻഷൻ അടിച്ച് ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു ബാക്ക് സപ്പോർട്ട് മെയിനായിട്ട് ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ അനലൈസിങ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കി, അതായത് നിങ്ങൾക്ക് പകരം ഞാൻ അനലൈസ് ചെയ്യുന്നു, നിങ്ങൾ അപ്പോൾ എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, നിങ്ങൾ എടുക്കുക വിൽക്കുക എന്നുള്ള കാര്യങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്തെടുത്ത്, അപ്പോൾ അങ്ങനെ പോകെ പോകെ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൻ്റെ ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, ലൈവ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യാവുന്നതാണ്. അത് ഡിസ്കഷൻ ഗ്രൂപ്പാണ്, അതിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റർ ചെയ്യാം. പക്ഷേ ലൈവ് മാർക്കറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കേണ്ടി വരും. നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം, പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് അതാത് മാസത്തെ ഗ്രൂപ്പിലേക്കുള്ള എൻട്രൻസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ വെറുതെ മെസ്സേജ് അയച്ച് അങ്ങോട്ടും അയച്ച് ഇങ്ങോട്ടും അയച്ച് ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല. നേരിട്ട് വിളിക്കണം, നേരിട്ട് വിളിച്ച് സംസാരിക്കണം, പരിചയപ്പെടണം. എൻ്റെ ഫാമിലിയിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ അറിയണമെന്നുള്ളത് എൻ്റെ രീതിയാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ പലരും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഒരുപാട് റിക്വസ്റ്റുകൾ ലൈവിലേക്ക് കിടപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 100 പേരുടെ റിക്വസ്റ്റ് ഇട്ടാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. നേരിട്ട് പരിചയപ്പെടണം, അവർ ഏത് രീതിയിലുള്ള ആൾക്കാരാണെന്ന് അറിയണം, അവർ എങ്ങനത്തെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയണം, അവർ ഓപ്ഷനാണോ സ്വിംഗ് ആണോ
അവർ ലോഡ് സൈസൊക്കെ എങ്ങനെ ഇടണേ എന്നൊക്കെ നമുക്ക് അറിഞ്ഞാലല്ല അവർക്കൊരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. എടുക്കാനോ വിൽക്കാനോ ഉള്ള അഡ്വാൻസ് അല്ല, എങ്ങനെ ചെയ്താൽ അവർക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ള അഡ്വൈസസ് ആണ് ലൈവിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നേരിട്ട് പരിചയപ്പെട്ട് അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എനിവേ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കുറച്ച് ലൈവ് വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ ലൈവ് റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നോ ഇല്ലയോ എന്നതിനാണ് പ്രസക്തി. അങ്ങനെ കോൺഫിഡൻ്റ് ഉള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഒരുപാട് ബിഗിനേഴ്സ് വിളിക്കുന്നുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ന് എക്സ്പയറി ഡേ നല്ല പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കട്ടെ. കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ ആണ് ഒരു ട്രേഡറുടെ സക്സസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. എനിവേ വെൽക്കം ലൈവ് സെക്ഷൻ. ഓക്കെ, സമയം 9:08 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റ് 104 പോയിൻ്റാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിരിക്കുന്നത്. കാരണം സ്റ്റിൽ RSI ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡൗണിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഡൗൺ എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി നോക്കേണ്ടതുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് ബേസിലാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 24,601 24,601 മൈനസ് 104 24,497 24,500 24,500. അപ്പോൾ ഏകദേശം 24,600 24,500 അല്ലേ, 100 പോയിൻ്റ്. അവിടെ എന്തെങ്കിലുമൊക്കെ വശപ്പശക ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ 24,475 നമുക്ക് കിട്ടിയേക്കണ പ്ലേസ് ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ടോപ്പും ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ബോട്ടവും അല്ല ടോപ്പും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു കൺസോളേഷൻ പോയിൻ്റ് നിൽപ്പുണ്ട് 24,473. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് 24,550 താഴെ, അതായത് പിന്നെ മാർക്കറ്റ് എവിടെ നിന്നാണ് ഡൗൺ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രാവിലെ അത് വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അതായത് ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് ഫാളായാൽ മാർക്കറ്റ് 24,493, അതായത് ഇപ്പോൾ ഒരു 100 പോയിൻ്റ് ഇപ്പോൾ ഒറ്റയടിക്ക് താന്നെന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് അത്ര ഒന്നും വരണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് പൊക്കത്തൊക്കെ ആയിരിക്കും ഒന്ന് വലിവൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ 24,550 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ 24,522 അവിടെ നിന്ന് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 24,493 മാർക്കറ്റ് ഫാളാവുന്നത്. അപ്പോൾ അവിടെ മെജോറിറ്റി, അതായത് ഈ RSI ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമുക്ക് ഇനി ഒരു സിയിലേക്കുള്ള അല്ലെങ്കിൽ അപ്പിലേക്കുള്ള ഒരു ചാൻസസ് ഉള്ളൂ. അപ്പോൾ അത് ക്രോസ് ഓവർ ആയിട്ട് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അതുവരെ പിയിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അല്ല കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ഒരു ഫേക്ക് ഡമ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഫേക്ക് ഡമ്പ് വന്നാലും മാർക്കറ്റ് 24,473 സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. ക്യാൻഡിൽ 24,473 താഴത്തോട്ടൊരു 75% എങ്കിലും ഡൗൺ ആയാൽ മാത്രമാണ് പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് 24,417 മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ ശ്രദ്ധിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് ശരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂ ലൈൻ അവിടെ നമുക്ക് ഇതൊരു ബോക്സ് വരച്ച് വെക്കാം. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്തായിരിക്കും മെജോറിറ്റി മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ബ്ലൂ ലൈനൊക്കെ നമ്മൾ മാറ്റി ആരോയൊക്കെ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ബോക്സ് അവിടെ നിന്ന് മാഞ്ഞു പോയി, നമുക്ക് ഒന്നും കൂടെ വരക്കാം.
വലിയ ടെൻഷനൊന്നുമില്ല. മെജോറിറ്റി കൺസോളേഷൻ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന്. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, ഇവിടെ യെല്ലോ ലൈൻ്റെ ടോപ്പ് ഉണ്ട്, പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്യാൻഡലിൻ്റെ ഹൈ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതികളാണ്. അപ്പോൾ 24,417 വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഈ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫൈനലായിട്ടുള്ള വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. ഈ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ബോക്സ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ. ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഡെക്സ് ഒക്കെ നോക്കി ചെയ്യാം, കുഴപ്പമില്ല. ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 24,550 അവിടെ നിന്ന് മാർക്കറ്റ് 3 മണിക്ക് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യുന്നത് 24,590 നേരെ മറിച്ച് ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ സപ്പോർട്ട് എടുക്കാനായിട്ട് 24,417 വരെ പോകാം. അവിടെ നിന്ന് നല്ല രീതിയിൽ ലോട്ടറി കോൾ വല്ലതും കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 24,299 പോകത്തുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഈ ബോക്സ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സിയിൽ 100ൻ്റെ താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ വലിവ് മുകളിലോട്ട് വരും. അത് ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ആയിട്ട് വരും. അപ്പോൾ ഇതൊരു സപ്പോർട്ട് സോണാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 100ന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഈ ഒരു സ്പേസ് ഇട്ട് തന്നെ വരേണ്ടതായിട്ടുണ്ട്. അതായത് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ 100 ഈ ഒരു 98 ഒരു സപ്പോർട്ട് സോണാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈവൻ അവിടെ ചെറിയ ചെറിയ പോയിന്റുകൾ ആ വലിവിൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ ചെറിയൊരു വലിവിൽ ഉള്ള പോയിന്റുകൾ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 90-ലാണ്. RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ ആവാനായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ പിയിൽ നമ്മൾ പറഞ്ഞത് 142 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 150. ഇപ്പോൾ 140 142 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ 155 പിയും പോകുന്നത്. ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അതൊരു 142 143 ആയിട്ട് വരും. അപ്പോൾ അടുത്ത ആ ഒരു 140 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ് മാർക്കറ്റിൽ നിൽക്കുന്നത് തന്നെ. അതായത് പിയുടെ സൈഡിൽ അത് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പിന്നെ പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 155. ഈ ഒരു 50 മിനിറ്റ്സ് ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്ത 50 മിനിറ്റ്സിലാണ് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സിയിൽ ആ 101 അല്ലെങ്കിൽ ആ 100 നമ്മൾ 100ൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ഒരു സഡൻ ഫാൾ എന്തായാലും സിയിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഫാൾ താഴത്തേക്ക് മൂവായി കഴിഞ്ഞാൽ മാർക്കറ്റ് 90-ലേക്ക് ഫാളാവും. അത് 90-ലേക്ക് ഫാളായി കഴിഞ്ഞാൽ പിയിൽ എന്താ സംഭവിക്കണത്, 24,700 കിടക്കണത്. അത് 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 155-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഈ സമയത്ത് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഇട്ടിട്ട് ഇപ്പോൾ 140 15 പോയിൻറ്റ് 55 പോയിൻറ്റ്, അപ്പോൾ രണ്ടും വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു 5 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നും അവിടെ വരില്ല. വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. 146 ആയിട്ടുണ്ട്. $150 ഓൾറെഡി എക്സ്പാൻഷനായി കിടപ്പുണ്ട്. 155 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ആദ്യത്തെ 15 മിനിറ്റ് ഒരു ഇത്തിരി മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും, അതിനുശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. ആ 155 അവിടെ നിൽപ്പുണ്ട്, പിന്നെ ഒരു 150 എക്സ്പാൻഷനായി കിടപ്പുണ്ട്. ഇത് നമ്മൾ എപ്പോൾ ഒരു എൻട്രി എടുത്താലും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കോസ്റ്റ് ടു കോസ്റ്റോ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ
നമുക്കത് ഈസി ആയിട്ട് റിക്കവർ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ ലോസ് ഹ്യൂജ് ആകുമ്പോഴാണ് നമുക്ക് വൈകുന്നേരം വരെ ഇരുന്നാലും അത് എടുക്കാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് 155 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 155 ഹിറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 170 വരെ പോകുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രണ്ടിലും 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ഓൾമോസ്റ്റ് 155 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു എൻട്രി, അപ്പോൾ അത് പോയാലും കുഴപ്പമില്ല. ഇവിടെ സെക്കൻഡ് എൻട്രി 90 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതൊരു ഉറപ്പൊന്നും നമുക്ക് പറയാറൊന്നും ആയിട്ടില്ല. കാരണം ഇവിടെ RSI ഒരു റീക്രോസ് ഓവർ ചെയ്ത് മുകളിലേക്ക് ഹൈവേയിലേക്ക് കയറാൻ തയ്യാറെടുത്തൊക്കെ നിൽപ്പുണ്ട്. പിന്നെ മാർക്കറ്റ് 15 മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞത് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 24,561 മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണം. ഇവിടെ ക്രോസ് ഓവറും ആവണം. ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 161 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ 140 മുതൽ 155 വരെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് താൽക്കാലികമായിട്ട് കിട്ടിയത്. അപ്പോൾ 9:30 കഴിഞ്ഞാലാണ് അടുത്ത ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഹൈ ഫ്ലക്ച്വേഷൻ ആയിരിക്കും. കാരണം DK വരാം, അതേപോലെ സെല്ലേഴ്സ് വിൽക്കാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊക്കെ DK, അതായത് മൂവ്മെൻറ്റ് അപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് ഒരു 10-20 പോയിൻ്റ് മാർക്കറ്റ് അപ്പ് ഉണ്ടായാലും അത് ഓപ്പോസിറ്റ് പോകുമ്പോൾ ഫാസ്റ്റായിട്ട് 40 പോയിൻ്റൊക്കെ, ചിലപ്പോൾ 20 പോയിൻ്റ് 30 പോയിൻ്റൊക്കെ, അതായത് അപ്പിലേക്ക് കയറുന്നതിൻ്റെ ഇരട്ടി DK. ഇപ്പോൾ ഇന്ന് DKയുടെ സപ്പോർട്ടും കൂടെ ഉള്ളത് കാരണം നല്ല രീതിയിൽ മെൽറ്റ് ആവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു കൺസോളേഷൻ സോണാണ്. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു 161 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സിയിലേക്ക് വലിയ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. സിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 105 ബ്രേക്ക് ചെയ്താൽ ഒരു 115 അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 143 വരാം. RSI ഇവിടെ അപ്പർ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് 2 മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 160 മാർക്കറ്റ് പോകാം. പിന്നെ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആവണം. 94 മേളിൽ പോയി കഴിഞ്ഞാൽ 90 സ്കാൽപ്പിംഗ് ആണ് ഇവിടെ. ഇപ്പം മെജോറിറ്റി സിയിൽ ചാൻസ് ഉള്ളതും സ്കാൽപ്പിങ്ങാണ്. പിയുടെ മൂവ്മെൻറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടൊന്നുമില്ല. പിയുടെ മൂവ്മെൻറ്റ് കഴിയാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സിയുടെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 94.26 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവുകയും വേണം. അത് പിന്നെ ഒരു സ്കാൽപ്പിംഗ് വഴി 102 കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് 160-61 വരെ ഓൾറെഡി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 161 മാർക്കറ്റ് വരാനായിട്ട് കിടപ്പുണ്ട്. ഇവിടെ ഹൈവേയിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇനി ഒരപ്പ് 161 ബ്രേക്ക് ചെയ്താൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈവിൽ പഠിക്കുന്നവരും ഉണ്ട്, പഠിക്കാത്ത ആൾക്കാരും ഉണ്ട്. അതെന്തുകൊണ്ടാണ് 161 വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ലോവർ വിക്കിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 175 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഹൈവേയിലേക്കാണ് കയറിയിരിക്കുന്നത്. ഹൈവേയിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ 9:24 ഇനിയും സമയമുണ്ട്. മാർക്കറ്റ് പിന്നെ ഉള്ളത് ഈ ബോക്സിൻ്റെ ടോപ്പ് എഡ്ജിലേക്കാണ് ഇനി വരാനായിട്ടുള്ളത്. കാരണം 15 മിനിറ്റ്സിൽ RSI പി സൈഡാണ്. അതുകൊണ്ടാണ് നമ്മൾ പി തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ലോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 2 ലെവൽ മാർക്കറ്റ് അച്ചീവ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ക്രോസ് ഓവറായി ഇത് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് എന്താ പിയിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നൊരു 100 പോയിൻ്റ് തന്നെ രാവിലെ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്നൊരു ലോ വന്നു കഴിഞ്ഞാൽ 24,525 മാർക്കറ്റ് ഫാളാവുന്നത്. ഇതൊരു കൺസോളേഷൻ സോണാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്.
164 പി നിൽക്കുന്നത്, 166 മാക്സിമം ട്രെയിൽ ചെയ്ത് അങ്ങ് കയറ്റി വെക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 140 നമ്മൾ കയറിയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 165 നിൽക്കുന്നത്. 25 പോയിൻ്റാണ് ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനിടയ്ക്ക് വലിവൊക്കെ എന്തായാലും വരും, പിയിൽ അല്ലെങ്കിൽ സിയിൽ വലിവൊക്കെ എന്തായാലും വരും. കാരണം യെല്ലോ ലൈൻ പൊക്കത്ത് നിൽക്കുകയാണ്, പിന്നെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് വലിവൊക്കെ നല്ല ന്യായമായിട്ട് തന്നെ വരും. നമ്മൾ ബുക്ക് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 24,580 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ അജണ്ട. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിന് മുകളിലേക്ക് ചിലപ്പോൾ ഒരു വിക്ക് അടിക്കും. അതായത് 24,580 ഒരു വിക്ക് അടിച്ചിട്ടായിരിക്കും പിന്നെ താഴത്തേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി. ഞാൻ എന്തായാലും 24,525 തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മതിയാക്കിയിട്ട് എന്താ ചെയ്യണം, ഇത് ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം, നമ്മളെടുത്ത് ലോക്ക് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. ബാക്കി വന്നെടുത്ത് വെച്ചിട്ട് കാണാം. ഏത് സമയവും സിയിലേക്കുള്ള മൂവ്മെൻറ്റ് വരും. കാരണം ഇത് ഇവിടെ ഒരു ക്രോസ് ഓവറിന് ഇങ്ങനെ തയ്യാറെടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മോർണിംഗ് സ്റ്റാർ ആവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇത് ഡോജി ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, അത് മോർണിംഗ് സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 154 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആവത്തുള്ളൂ. അപ്പോൾ ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്ന് നമ്മൾ നോക്കണം. ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ അതേ ഹൈ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 9.27 ആയിട്ടുണ്ട്. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ വിട്ടടിച്ച് മുകളിലോട്ട് പോകും. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാനുണ്ട്. നമ്മളെ ടാർഗറ്റ് 24,525. നമ്മളൊരു എൻട്രി എടുത്തു ഒരു 10 പോയിന്റിൽ. ഇപ്പോൾ ഒരു 10 ലോട്ടാണെങ്കിൽ 10 പോയിന്റിൽ, അല്ലെങ്കിൽ 25 പോയിന്റിൽ. ഇപ്പോൾ 20 ലോട്ട് എടുക്കുന്ന ആളാണെങ്കിൽ 25 പോയിന്റ് കയറി കഴിഞ്ഞപ്പോൾ അതിലൊരു 10 ലോട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു 15 ലോട്ട് കൊടുത്തിട്ട് ബാക്കി 5 ലോട്ട് ഒരു 5-10 പോയിന്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടി ഇന്നവിടെ ഇരിക്കുക. കയ്യും കെട്ടി ഇന്നവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എവിടം വരെ പോകും നമുക്ക് നോക്കാം. 30 മിനിറ്റിലും RSI ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്, അല്ല വരാനായിട്ട് പോകുന്നത്. 30 മിനിറ്റിൽ RSI ഡൗൺ സൈഡാണ്, 50 മിനിറ്റ്സിൽ RSI ഡൗൺ സൈഡാണ്. അപ്പോൾ ഇത് 30 മിനിറ്റ് ക്രോസ് ഓവർ ആവണം, വിത്ത് 50 മിനിറ്റ്സും കൂടെ ക്രോസ് ഓവർ ആവാതെ എന്തായാലും നമ്മൾ സിയിലേക്ക് നോക്കുന്നില്ല. സിയിലേക്ക് നോക്കിയാൽ തന്നെ 5-6 പോയിൻ്റ് എടുത്ത് മാറിലേ നടക്കത്തുള്ളൂ. ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 24,532 അത് വിട്ടിട്ടുള്ളൊരു കളിയില്ല. മാർക്കറ്റ് 171 നമ്മൾ പറഞ്ഞ 175 മാർക്കറ്റ് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് കണ്ടിന്യൂഷൻ. (9:29) അടുത്ത ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,544 നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 24,495 വരത്തുള്ളൂ. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 140 നിന്ന് 170 വരെ 30 പോയിൻ്റാണ് ഇപ്പോൾ സ്റ്റിൽ. അതിലൊരു 20 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുക. ബാക്കി കിട്ടുന്നത്, അതായത് 10 പോയിൻ്റാണ് ഞാനൊരു ദിവസം മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് 30 പോയിൻ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ 10 പോയിൻ്റിൽ ലോക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു 175 ബ്രേക്ക് ചെയ്താൽ പിന്നെ 180 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ 175 171 വരുമ്പോഴത്തേക്കും അതിനകത്തൊരു 70% കൊടുത്തേക്കുക ലോട്ട് സൈസിൻ്റെ. ബാക്കി കയ്യും കെട്ടി വെച്ചിട്ടിരിക്കുക. ഇവിടെ നിന്നൊരു മൂവ്മെൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ഹൈ മൂവ്മെൻറ്റ് ലോട്ടറി കോളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോയി നിൽക്കാനുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞ് 225 പോരാത്തതിന് എക്സ്പയറി ഡേ. (170, 180) ബ്രേക്ക് ചെയ്താൽ പിന്നെ താളം തല്ലിയിട്ടായിരിക്കും മാർക്കറ്റ് 225 പോകണം. അപ്പോൾ പലർക്കും ഒരു തോന്നലുണ്ടാവാം 225 എങ്ങനെ മൂവ് ചെയ്യും, ഇത്രയും പോയിന്റ് ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് ഡെൽറ്റ വാല്യൂ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇൻ ദ മണിയിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു 5 പോയിന്റ് മൂവ്മെൻ്റ് ഉണ്ടായി. അത് അടുത്ത ഒരു ലെവലിലേക്ക് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഡെൽറ്റ വാല്യൂ കൂടുതലാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ 5 പോയിന്റ് മൂവ് ചെയ്യണതിന് പകരം
അതിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് പിന്നെ അടുത്ത മൂവ്മെൻറ്റ് 10 പോയിൻ്റ് ആയിരിക്കും, പിന്നെ അടുത്ത മൂവ്മെൻറ്റ് 20 പോയിൻ്റ് ആയിരിക്കും, പിന്നെ അടുത്ത പോയിൻ്റ് 40 പോയിൻ്റ് ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. മാർക്കറ്റ് നമ്മൾ പറഞ്ഞ 180 വന്നു. അപ്പോൾ പതുക്കെ കയറ്റി 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 ഇപ്പോൾ 140 കുറച്ചും കൂടെ 76 പോയിൻ്റായി, 140 പോയിൻ്റായി. അപ്പോൾ കയറ്റി 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 അങ്ങ് വെക്കും. ഇവിടെ നിന്നൊരു പിടിവിട്ട് പോയി കഴിഞ്ഞാൽ 180 പിടിവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 225. നമ്മൾ കയറ്റി കയറ്റി വെക്കുക, പോയത് പൊക്കോട്ടെ. നമ്മൾ അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബോക്സിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത് 24,495 വരുന്നത്. RSI ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്ന വരെ സമയമുണ്ട്. ഇത് ഈ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായി, ഏതാണ്ടൊക്കെ അതേപോലെയാണ് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എവിടം വരെ എത്തി? 30 മിനിറ്റിൽ 24,532 വന്നുകൊണ്ടിരിക്കണേ. അവിടം വരെ വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സേഫ് ആവാം. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ആവാനായിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ 170 ബ്രേക്ക് ചെയ്താൽ 180 പോകാം. അപ്പോൾ 180 നമുക്ക് വേണമെങ്കിൽ സേഫ് ആവാം. അതിനുശേഷം 180 ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എടുത്താൽ മതി. നമ്മൾ പറഞ്ഞത് 170 180 താൽക്കാലികമായിട്ടുള്ളൊരു ഏരിയ. അവിടെ ഇനി ഒറ്റയടിക്ക് നമ്മൾ 225 ഇട്ട് പോകുന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇവിടെയൊക്കെ ഇങ്ങനെ താളം തല്ലി നിന്നിട്ടൊക്കെ പോകത്തുള്ളൂ. ഡബിൾ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ മാക്സിമം അങ്ങ് കയറ്റി വെച്ചേക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 9 ലോട്ടും കൊടുക്കാം ഇപ്പോൾ. അല്ലെങ്കിൽ ആ 180 9 ലോട്ടും കൊടുത്തിട്ട് ബാക്കി ഒരു ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഒരു 10 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് അവിടെ ഇരിക്കുക, വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക. ഒന്നെങ്കിൽ ഇത് 225, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫാളായി കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ച്? 9:30 ആയപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി 140 180 വരെ 40 പോയിൻ്റ് ഈസി ആയിട്ട് എന്തായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. വളരെ സേഫായിട്ടുള്ള മൂവ്മെൻറ്റ്. മോർണിംഗ് ട്രേഡ് സക്സസ്ഫുൾ. ഇവിടെ ഒരു മട്ടക്കൊക്കെ കാണുന്നുണ്ട്, അതാണ് അലർട്ടായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ രണ്ടിലും ഒരു 5 പോയിൻറ്റോ 6 പോയിൻറ്റോ ഒക്കെ രണ്ടിലും ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്താലും ഓൾമോസ്റ്റ് 180. 5 പോയിൻ്റ് പോയാലും ബാക്കി 35 പോയിൻ്റ്. ഇപ്പോൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഇനിയൊരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ബോക്സ്, ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ബോക്സോ ലൈനോ എന്തെങ്കിലും വരച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ബോക്സൊക്കെ ഞാൻ വെട്ടി മാറ്റട്ടെ, അങ്ങനെയെങ്കിലും മാർക്കറ്റ് താഴത്തോട്ട് പോരട്ടെ. ഇരുപത്തെട്ട് മിനിറ്റായി, ഞാൻ വീഡിയോ പോസ് ചെയ്യുകയാണ്. അപ്പം ഇത് ക്രോസ് ഓവറായി ആ സമയത്ത് നമുക്ക് വല്ല സിഗ്നേച്ചർ കിട്ടുമോ നോക്കണം. കാരണം പ്രീവിയസ് ആയിട്ട് സപ്പോർട്ട്, അതായത് ഒരു നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്ത് സപ്പോർട്ട് എടുത്തു, എഗെയിൻ റീടെസ്റ്റ് അടിച്ചിട്ട് സപ്പോർട്ട് എടുത്തു. ആ ഒരു സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ ടോപ്പർ വിക്കിലാണ് മാർക്കറ്റ്. ഇൻസൈഡ് ബാർ എൻഗൾഫിംഗ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലിൻ്റെ ടോപ്പ്, അതേപോലെ തന്നെ ഇവിടെ 2 തവണ അപ്പ് പോയതിൻ്റെ ടോപ്പ്, ആ ഒരു ടോപ്പിലാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് യെല്ലോ ലൈനിൻ്റെ ബോട്ടത്തിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത് വന്ന മാർക്കറ്റ് ഒരു ഒറ്റയടിക്കായിരിക്കും 24,495 ഫാളാവണേ. ആയിക്കോട്ടെ, പോരട്ടെ. നമ്മളെ ബോക്സ് മാറ്റിയതുകൊണ്ട് ചിലപ്പോൾ പോന്നേക്കാം. അതെന്തായാലും ആയിക്കോട്ടെ. 171 മാർക്കറ്റ് നിൽക്കുന്നത്. 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 225. മാക്സിമം കയറ്റി വെച്ചേക്കുക, അവിടെ കയ്യും കെട്ടിയിരിക്കുക. മാക്സിമം ഈ ഒരു ഭാഗത്ത് വിറ്റൊഴിവാക്കിയിട്ട് ബാക്കി ഒരു 5 പോയിൻറ്റോ 10 പോയിൻറ്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മെജോറിറ്റി ഇവിടെ നമ്മൾ എടുക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 10 ലോട്ട് താഴെ നിന്ന് എടുത്തിട്ട് അവിടെ തന്നെ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ഭാഗത്ത്, അതായത് മെയിനായിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ഇന്നത്തെ റെസിസ്റ്റൻ്റ്. എന്നത്തെ റെസിസ്റ്റൻ്റാ? ഫ്രൈഡേ 24-ാം തീയതി റെസിസ്റ്റൻറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചെറിയ പവറൊന്നും പോരാ. അപ്പോൾ അവിടെ എന്താ, മാർക്കറ്റ് അവിടെ നിന്ന് ഒറ്റയടിക്ക് റിജക്ഷൻ ആയിണ്ടോ. അപ്പോൾ അതാണ് നമ്മളവിടെ സേഫ് ആവണം, അലർട്ടായി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ 2 മിനിറ്റിലൊരു ക്രോസ് ഓവറും ആയിട്ടുണ്ട്. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാർക്കറ്റ്
ഇനി ബോട്ട് അടിപ്പിക്കണ പരിപാടിയാണ്. ഈ 75 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് പിന്നെ 87ലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ബാക്കി 40 പോയിന്റ് നമുക്ക് ഇവിടെ നിന്നും പിടിക്കാം. 100 പോയിന്റ് വൺ സൈഡ് പിടിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഇതൊരു റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ 75 ബ്രേക്ക് ചെയ്താൽ, അതായത് മറ്റേത് കോസ്റ്റിലേക്ക് പോണതിന് മുമ്പ് ഇവിടെ എന്തായാലും തിരിച്ചൊരു വലിവ് വരും. കാരണം ഇവിടെ RSI ഓൾറെഡി ഇവിടെ ക്രോസ് ഓവറായി. നമ്മൾ പറഞ്ഞു അലർട്ടാണ്, ഇവിടെ മടക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. മറ്റേ പുള്ളി പറയണ പോലെ അംബാനെ ശ്രദ്ധിക്കണം, അംബാനെ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അതേപോലെ ഇനി ഇത് RSI ഒന്ന് തിരിച്ചു പോയി കറങ്ങി വന്നാൽ മാത്രമാണ് അടുത്ത പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. മൂവ്മെൻറ്റ് ഇനി 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇതൊരു പക്ക റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. ഇനി എന്തായാലും 86 ഓൾറെഡി മുട്ടിയിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 86ലേക്ക് പോകും. 86 കഴിഞ്ഞാൽ പിന്നെ 105ലേക്കോ 109ലേക്കോ മാർക്കറ്റ് പോകും. ഇതൊരു വളരെ കൺസോൾട്ടേഷൻ വിത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഉറപ്പൊന്നും പറയാറായിട്ടില്ല, കാരണം ഈ RSI ഗ്രീനിലേക്കും കൂടെ കയറിയാലേ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് സേഫായിട്ട് ഈ ഒരു ഭാഗത്ത് ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഏത് ഭാഗത്തേക്കും ഇപ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഹെഡ്ജ് ചെയ്യണം, രണ്ട് സൈഡിലേക്കും ഹെഡ്ജ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ 5 പോയിൻ്റ് ഇട്ട് ഹെഡ്ജ് ചെയ്താൽ 161 നിന്ന് വീണ്ടും 180ലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 20 പോയിൻറ്റിൽ 5 പോയിൻറ്റ് പോയിട്ട് ബാക്കി 15 പോയിൻറ്റ്. നേരെ മറിച്ച് സിയിലാണെങ്കിൽ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 100ലേക്ക്, അപ്പോൾ 75ഉം 25 പോയിൻ്റ്, അപ്പോൾ അതിനകത്ത് 5 പോയിൻറ്റ് അങ്ങനെയും പോകും. 65 അതിൻ്റെ സ്റ്റോപ്പ് ലോസ്. സിയുടെ സ്റ്റോപ്പ് ലോസ് സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 65 ആണ്, 10 പോയിൻ്റ് വരും. അത് ഇത്തിരി ചടങ്ങാം. എനിവേ ഇതിൻ്റെ RSI കൂടെ മൂവ് ആയത് നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് ഇത് ഗ്രീനിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്കൊരു കൺഫേം പറയാനായിട്ട് പറ്റത്തുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് ഉറപ്പായിട്ടുള്ള റെഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ റെഡ് എന്നെ സംബന്ധിച്ച് അതൊരു റെഡേ അല്ല. കാരണം അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആകുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പവറൊന്നും പോരാ. അപ്പോൾ മേ ബി അത് താഴത്തോട്ട് വന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഇരട്ടി പവറിൽ ചിലപ്പോൾ തിരിച്ച് മുകളിലോട്ട് പോയേക്കാം. ഇപ്പോഴും ഞാൻ ഒരു തീരുമാനത്തിൽ പിയുടെ കാര്യത്തിൽ എത്തിയിട്ടില്ല. ആ റെഡൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന റെഡേ അല്ല. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു റെഡല്ല. ആ റെഡ് ആവണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോരണം. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം അത് എഗെയിൻ ഫാളാണ്. അപ്പോൾ ആ സമയത്ത് ഇത് 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഇത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ട് വലിവ് എന്നതാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ റെഡൊന്നും എന്നെ സംബന്ധിച്ചൊരു റെഡല്ല. ആ റെഡ് വലിവ് വരുന്നത് മുകളിലോട്ട് പോകാനുള്ള വലിവാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അത് ഓൾറെഡി 85ലേക്ക് ടച്ച് ചെയ്യാറായിട്ടുണ്ട്. 85 ബ്രേക്ക് ചെയ്താൽ പിന്നെ 100ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ആ റെഡ് താഴത്തോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ പണി നടത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പുറത്ത് 40 പോയിൻ്റ് ഇപ്പുറത്ത് കിട്ടിയാലും നമുക്ക് പരിഭവമൊന്നുമില്ലല്ലോ. അപ്പോൾ പല ആൾക്കാരും ആ റെഡ് കാണുമ്പോൾ ചാടി ഇറങ്ങും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ആ റെഡിൽ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. അതായത് മുകളിലോട്ട് പോകുന്നതിന് മുമ്പുള്ള താഴത്തോട്ടുള്ള കുതിപ്പായിരിക്കും. ഇനി ബോട്ട് കെട്ടി എടുക്കാനുണ്ട്. RSI തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 102 ടച്ച് ചെയ്യണം. 100 102 മാർക്കറ്റ് ടച്ച് ചെയ്യണം. അപ്പോൾ 72 80 10 12 പോയിൻ്റ് ഓൾറെഡി ഡണ്ണാണ്. അതും കൂടെ എന്തായാലും ഒന്ന് ടച്ച് ചെയ്യട്ടെ. വെയിറ്റ് ചെയ്യാം. അതോടുകൂടി നമുക്ക് ഏതാണ്ടൊക്കെ തീരുമാനമാക്കാം. അത് ഇവിടെ 130 സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ SMA ബോട്ട് ചെട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ട് ചെട്ടി കൂടെ അടുക്കാനുണ്ട്. അപ്പോൾ ഇത് അടുത്ത ഇത് ഇവിടെ മുട്ടിയ സമയത്ത് ഇത് ഓൾറെഡി എവിടം വരെ വന്നിട്ടുണ്ട്? 91 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 72 നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും 72ഉം 10ഉം 82 92 20 പോയിൻ്റാണ് മാർക്കറ്റിൽ ഓൾറെഡി മൂവ് ആയത്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റെസ്പെക്റ്റ് ഈ 140 യെല്ലോ ലൈനിലേക്ക് മുട്ടിയത് കൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്നൊരു സഡൻ മൂവ്മെൻറ്റ് ഉണ്ടായത്. ഇനി കുറച്ച് നേരം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തൊക്കെ നിൽക്കും. അവസാനം ഈ മഞ്ഞ ലൈൻ മുട്ടും. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ്. നമ്മൾ പിന്നെ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ടോപ്പ് ഒരു റിജക്ഷൻ ഏരിയ ആണ്. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന്
മേ ബി റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹയർ ടൈം ഫ്രെയിമിൽ. അത് ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ഏകദേശമൊക്കെ കൺഫേം ആക്കി റിജക്ഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തിൽ സിയിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് 100 99 ഒക്കെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 35 മിനിറ്റായി, 9:43 അപ്പോൾ ഏകദേശമൊക്കെ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. അതോടുകൂടി നമുക്ക് ലൈവും വൈൻഡപ്പ് ചെയ്യാം. 72 മുതൽ 100 വരെ 28 പോയിൻ്റ്. പോട്ടെ, മുട്ടിക്കഴിഞ്ഞാൽ ലൈവ് അപ്പം വൈൻഡപ്പ് ചെയ്യും ഞാൻ. ഒറ്റയടിക്കേ ചിലപ്പോൾ ഇടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ആകുമ്പോൾ മഞ്ഞ ലൈൻ ഒന്നും കൂടെ ഒന്ന് താഴത്തോട്ട് വരും. 100 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 95 സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 93, 98 മോശമായി പോയല്ല. 100 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മുകളിലോട്ട് പോകേണ്ടി വരും. 98 മുട്ടട്ടെ അങ്ങോട്ട്. 99. ഞാൻ രാവിലെ പറഞ്ഞില്ല ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡാണ്. ഒരു 10-100 പോയിൻ്റ് ഇന്ന് എടുക്കണം എന്ന് ഉറപ്പിച്ചാണ് നമ്മൾ ലൈവ് തുടങ്ങിയതൊക്കെ നമ്മൾ രാവിലെ പറഞ്ഞതാണ്. അപ്പോൾ സീലിൽ തന്നെ കിട്ടണമെന്ന് നമുക്ക് യാതൊരുവിധ നിർബന്ധമില്ല. 111 അപ്പോൾ അതവിടെ കിടക്കട്ടെ. എവിടം വരെ നമ്മൾ പിന്നെ രാവിലെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇത് RSI ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു റെഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഈ റെഡൊന്നും നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കുന്ന റെഡല്ല. നമ്മൾ ധൈര്യമായിട്ടിരിക്കും. കാരണം അത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പുള്ള ഇറക്കമാണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലായി. പിന്നെ നമ്മൾ രാവിലെ പറഞ്ഞു ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരണം. എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ വന്നതാണ്. പിന്നെ ഇതൊക്കെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ രാവിലോട്ട് പറയുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും മാർക്കറ്റ് തിരിയാം. കറക്റ്റ് സപ്പോർട്ട് നമുക്ക് മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിൽ നമുക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ 110 ഇറങ്ങാം. എത്ര പോയിൻ്റായി? 75, 25, 35, 40. ഇപ്പോൾ ഓൾമോസ്റ്റ് നോക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും കൂടെ ആണെങ്കിൽ 80 പോയിൻ്റായി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി RSI ഇവിടെ ക്രോസ് ഓവർ ആവട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. എന്നാലും അങ്ങോട്ട് മുട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലാണ്. 134 വരേണ്ട ക്യാൻഡിലാണ്. എക്സ്പയർ ആയതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം മേ ബി. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് നോക്കാം. 128, 130, 4 പോയിന്റ് കൂടെ വന്നാൽ നമ്മുടെ ടാർഗറ്റ് 138. ഇനി മേളിൽ പോയാൽ ഗ്യാപ്പ് ഫില്ലിങ്. ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ ക്രോസ് ഓവറായി. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് അവിടെ നിന്ന് SMA മുട്ടാൻ വേണ്ടി പോകണം. 24,613 മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ 134 ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും കിട്ടി. എത്ര പോയിന്റ് കിട്ടി? കറക്റ്റായിട്ട് വെടിപ്പായിട്ട് എത്ര പോയിന്റ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 72 മുതൽ ഇനിയും പോകാനൊക്കെ ഉള്ളതാണ്. എന്നാലും നമ്മൾ പറഞ്ഞ ടാർഗറ്റ് വെച്ചിട്ട് 134 വരെ 134 വരെ 62 പോയിന്റ് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും പോകട്ടെ, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകണം. അതേപോലെ ഇവിടെ SMA മുട്ടാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ രാവിലെ ഓൾറെഡി പറഞ്ഞത് നമുക്ക് ഓൾമോസ്റ്റ് ഇന്നൊരു 100 പോയിന്റ് എടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 135 അതിൻ്റെ താഴെ 134 ഇതിൻ്റെ താഴെ ലോക്ക് ചെയ്ത് വെക്കാം. 134 ലോക്ക് ചെയ്ത് വെക്കാം. ഗ്യാപ്പ് ഫില്ലായി. 150 എക്സ്പയറി ഡേ 160 വരെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. 160 160 നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 187 മാർക്കറ്റ് പോകണേ. അപ്പോൾ ഇതിൻ്റെ ലോ എവിടെയെങ്കിലും
ഒരു 148 150 ഒക്കെ ലോക്ക് ചെയ്ത് വെക്കാം. 170 172 185 ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ ഒരു 160 ലോക്ക് ചെയ്ത് വെക്കാം. 175 179 185 നമ്മുടെ ലൈവും അവസാനിപ്പിക്കുന്നു, എല്ലാം അവസാനിപ്പിക്കുന്നു. 185 മാർക്കറ്റ് മൂവ് ചെയ്തു. 185 കറക്റ്റ് 185 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൈവൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെ ധൈര്യത്തോടുകൂടി ഹോൾഡ് ചെയ്യണം എന്നുള്ളത് എക്സാക്റ്റ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 185 നമ്മൾ നിർത്തും എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ ഫോക്കസും 100 പോയിൻ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം, നമ്മുടെ ലൈവിലേക്ക് അറ്റൻഡ് ചെയ്യാം. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ലൈവ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഒന്നും കൂടെ ടച്ച് ചെയ്യുമെന്ന് നോക്കാം. 185 അത് വാനിഷായിട്ടില്ല. ആ 185 ഏകദേശം ഒരു ടാർഗറ്റാണ്. ഇനി 185 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 200 മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ എനിവേ നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. 185 നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. മാർക്കറ്റ് ഇതിൻ്റെത് 1 ഇഞ്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയിട്ടില്ല. ഇതിൻ്റെ ഹൈ നിങ്ങൾക്ക് ഇത് ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 185 അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസപ്പെട്ടിട്ടില്ല. ഇത് വാനിഷ് ആയിട്ടില്ല. അപ്പോൾ ഇനിയും ആ 185 വാനിഷായോ? ഇല്ല, വാനിഷായിട്ടില്ല. ഇത് RSI പക്ക എൻട്രി. RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാന്നുള്ള തീരുമാനം. മാർക്കറ്റ് ഇനിയും 185 ഒക്കെ മാർക്കറ്റ് 190 ഒന്ന് എക്സ്പാൻഷൻ ആയി നിൽപ്പുണ്ട്. അപ്പോൾ 185 ഇനിയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 200 214 മാർക്കറ്റ് മൂവ് ചെയ്യും. 2 ക്യാൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് ടോപ്പ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നു. കറക്റ്റ് ടിപ്പ് ലെവൽ കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് പോകാനുള്ളതായിരുന്നു. എനിവേ 178 ആയിട്ടുണ്ട്. ഒന്നും കൂടെ 178 ആയിട്ടുണ്ട്.